മമ്മൂട്ടിയുടെ വയനാട് പെർഫോമൻസുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കിടയിലാണ് അമൃത ടിവിയുടെ ഒരു ചെറിയ ക്ലിപ്പ് കണ്ണിൽപ്പെട്ടത്. സംഗതി രമേശ് പിഷാരടിയുടെ വളിപ്പാണ്. പുള്ളിക്ക് റിമി ടോമിയെയും കുരങ്ങിനെയും വലിയ ഇഷ്ടമാണത്രേ. കാരണവും പറയുന്നുണ്ട്. അടുത്ത സെക്കൻഡിൽ എന്ത് ചെയ്യുമെന്ന് അതിനു പോലും അറിയാൻ പാടില്ലത്രേ. അങ്ങനെ അടുത്ത സെക്കൻഡിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് പ്രവചിക്കാൻ പറ്റാത്ത എല്ലാ മനുഷ്യജീവികളും കുരങ്ങിന് സമാനമാണെങ്കിൽ മമ്മൂട്ടിയാണ് പിഷാരടി ആ താരതമ്യത്തിന് ഏറ്റവും അർഹൻ. പിഷാരടി ആ താരതമ്യം മമ്മൂട്ടിക്കാണ് ചേരുക, റിമി ടോമിക്കല്ല. എല്ലാവർക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം. രണ്ട് കാര്യങ്ങളാണ് മമ്മൂട്ടിയുടെ വയനാട് ടൗൺഷിപ്പ് സന്ദർശനത്തെ വിവാദമാക്കിയത്. ഒന്ന്, CPM-ന്റെ വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖിനോട് മാറി നിന്നാൽ മതിയെന്ന് പറഞ്ഞത്. രണ്ട്, വയനാട് പുനരധിവാസത്തിൽ സർക്കാരിന്റെ പങ്കിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ജനങ്ങളുടെ സോഷ്യൽ ക്യാപിറ്റലിനെ കുറിച്ച് കരുതലോടെ വാചാലനായത്. രണ്ടാമത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ നിലപാട്, അഭിപ്രായം, എന്ത് പറയണം, എങ്ങനെ പറയണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്. ആ സ്വാതന്ത്ര്യത്തിൽ പുറത്തുള്ളവർക്ക് കൈകടത്താൻ അവകാശമില്ല. എങ്കിലും അതേക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത് പിന്നീട് പറയാം. ആദ്യം CPM-ന്റെ വയനാട് ജില്ലാ സെക്രട്ടറിയോടുള്ള പെരുമാറ്റം നമുക്കൊന്ന് പരിശോധിക്കാം. മമ്മൂട്ടി ഓർമ്മിക്കേണ്ടത്, മമ്മൂട്ടിയുടെ താരപ്രഭയുടെ ഓരം ചേർന്ന് നിൽക്കാൻ റഫീഖ് അങ്ങോട്ട് ഇടിച്ചു കയറി ചെന്നതല്ല. CPIM-ന്റെ ഒരു രാജ്യസഭാ മെമ്പർ ആവശ്യപ്പെട്ടിട്ടാണ് സഖാവ് കെ റഫീഖ് മമ്മൂട്ടിയെ സ്വീകരിക്കാൻ ചെന്നത് എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. അല്ലാതെ മമ്മൂട്ടി വയനാട് ടൗൺഷിപ്പ് സന്ദർശിക്കുന്നു എന്ന വിവരം എങ്ങനെയോ കിട്ടി അവിടെ വലിഞ്ഞു കയറി ചെന്നതല്ല. ഒരു സൂപ്പർ താരത്തിന്റെയും ADC പണിയെടുക്കേണ്ട ആളല്ല CPM-ന്റെ ജില്ലാ സെക്രട്ടറി. ആ സമയത്ത് പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി വയനാടുണ്ട്. സ്വാഭാവികമായും ജില്ലാ സെക്രട്ടറിക്ക് പിടിപ്പത് പണിയുമുണ്ടാകും. അതിനിടയിൽ ഒരൽപ്പം സമയം പാർട്ടി ജില്ലാ സെക്രട്ടറി മമ്മൂട്ടിയുടെ ടൗൺഷിപ്പ് സന്ദർശനത്തിന് മാറ്റിവെച്ചത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് എന്ന് വ്യക്തമാണ്. സിനിമയിലെ സൂപ്പർ താരമല്ലേ, ആരാധകരുടെ പൊന്മുത്തല്ലേ, അറിഞ്ഞും കേട്ടും എത്തുന്ന ആരാധകരിൽ നിന്ന് താരശരീരത്തിന് പോറലേൽക്കാതിരിക്കാൻ പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ കരുതലുണ്ടായിക്കോട്ടെ എന്നേ ആ രാജ്യസഭാ മെമ്പറും കരുതി കാണും. പോരെങ്കിൽ ഒരു അസുഖത്തിൽ നിന്ന് താരം മോചിതനായിട്ട് അധിക കാലമായതുമില്ല. അങ്ങനെ ഒരാൾ ഇതുപോലൊരു പബ്ലിക് പരിപാടിക്ക് എത്തുമ്പോൾ പാർട്ടി സംവിധാനത്തിന്റെ കരുതലുണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും എന്ന സദ്ബുദ്ധിയാണ് കെ റഫീഖിനെ മമ്മൂട്ടിയുടെ അരികിൽ എത്തിച്ചത്. അല്ലാതെ സൂപ്പർ താരത്തിന്റെ ഒപ്പം നിന്ന് 4 സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാനുള്ള കൊതി കൊണ്ട് ഓടി വന്നതല്ല. അത് മമ്മൂട്ടിക്ക് മനസ്സിലാകേണ്ടതായിരുന്നു. അവിടെയാണ് മാറി നിന്നാൽ മതി എന്ന പരാമർശം നാം സൂക്ഷ്മമായി വിശകലനം ചെയ്യേണ്ടത്. റഫീഖിന്റെ സാന്നിധ്യം അവിടെ വേണ്ട എന്നല്ല താരം പറഞ്ഞത്. റഫീഖ് അവിടെ വേണം, പക്ഷേ തന്റെ ഒപ്പം നിന്ന് വർത്തമാനം പറയേണ്ട, ബോഡി ഗാർഡായിട്ട് അങ്ങോട്ടെങ്ങാനും മാറി നിന്നാൽ മതി. അതാണ് മമ്മൂട്ടിയുടെ ആ വാചകത്തിന്റെ അർത്ഥം. അദ്ദേഹം പറഞ്ഞ ആ 3 വാചകങ്ങൾ ഒന്നുകൂടി പരിശോധിക്കാം. നിങ്ങൾ എന്തിനാണ് എപ്പോഴും എന്റെ കൂടെ നിൽക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്ന് ആളുകൾ വിചാരിക്കും. മാറി നിന്നാൽ മതി. ഇതാണ് ആ വാചകങ്ങൾ. സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ഈ വാചകത്തിൽ നിന്ന് എന്താണ് മനസ്സിലാവുക? റഫീഖ് അവിടെ വരുമെന്ന് താരത്തിന് നേരത്തെ അറിയാമായിരുന്നു. പക്ഷെ തന്റെ അടുത്ത് നിന്ന് വർത്തമാനം പറയാനുള്ള ധൈര്യം റഫീഖ് കാണിക്കുമെന്ന് താരം തീരെ പ്രതീക്ഷിച്ചില്ല. അതിന്റെ ഈർഷ്യയാണ് മമ്മൂട്ടി പ്രകടിപ്പിച്ചത്. CPM-ന് വേണ്ടി വന്നതാണ് എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കാതിരിക്കണമെങ്കിൽ CPM പ്രതിനിധി അവിടെ ഉണ്ടാകാതിരിക്കുന്നതല്ലേ നല്ലത്. ആ കരുതൽ ഉണ്ടായിരുന്നുവെങ്കിൽ രാജ്യസഭാ അംഗത്തോട് അത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. പാർട്ടിയിലെ ആരും വേണ്ട, ജില്ലാ സെക്രട്ടറി വേണ്ട, പോലീസ് മതി എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ റഫീഖ് അവിടെ വരുമായിരുന്നില്ലല്ലോ. ടൗൺഷിപ്പ് സന്ദർശനത്തിന് എത്തുമ്പോൾ തന്റെ സുരക്ഷ വയനാട്ടിലെ തന്റെ ഫാൻസ് അസോസിയേഷൻ നോക്കിക്കോളും എന്ന് ആ രാജ്യസഭാ അംഗത്തോട് മമ്മൂട്ടിക്ക് പറയാമായിരുന്നു. ഇനി ടൗൺഷിപ്പ് സന്ദർശിക്കാൻ എത്തുമ്പോൾ CPM-ന്റെ ജില്ലാ സെക്രട്ടറി സ്വീകരിക്കാൻ അവിടെ ഉണ്ടാകുമെന്നറിഞ്ഞപ്പോൾ മമ്മൂട്ടി എന്താണ് ധരിച്ചത്? തന്റെ ഫാൻസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റിനെയോ സെക്രട്ടറിയെയോ പോലെ താരശരീരത്തിൽ നിന്ന് 4 അടി മാറി വാപൊത്തി ഓച്ചാനിച്ച് അകന്നു നിൽക്കുമെന്നോ? മാറി നിന്നാൽ മതി എന്ന് ആജ്ഞാപിച്ചപ്പോൾ എനിക്ക് സൗകര്യമില്ല, താൻ വേണമെങ്കിൽ മാറി നിന്നാൽ മതി, ഞാൻ ഇവിടെ തന്നെ നിൽക്കും എന്നായിരുന്നു റഫീഖ് മമ്മൂട്ടിയോട് പറയേണ്ടിയിരുന്നത്. അത് പറയാതിരിക്കാനുള്ള വകതിരിവ് റഫീഖ് കാണിച്ചു. ആ വകതിരിവിന് മുന്നിൽ പകിട്ടും പത്രാസും അഴിഞ്ഞു വീണ് നാണം കെട്ടുപോയത് സാക്ഷാൽ മമ്മൂട്ടിയാണ്. അക്കാര്യം പരസ്യമായി പറയുമ്പോൾ താരത്തിന് വേദനിച്ചിട്ട് കാര്യമില്ല. കേരള ജനതയുടെ സോഷ്യൽ ക്യാപിറ്റലിനെ കുറിച്ച് മമ്മൂട്ടി പറഞ്ഞത് ആ കരുതലും ഗംഭീരമായി. അദ്ദേഹത്തിന്റെ നിലപാടിന്റെ ആകത്തുക ഇങ്ങനെയാണ്: ദുരന്ത പുനരധിവാസത്തിന്റെ ഭാഗമായി ഭക്ഷണം മാത്രം കിട്ടുന്നവരുണ്ട്, വസ്ത്രം കിട്ടുന്നവരുണ്ട്, പാർപ്പിടം കിട്ടുന്നവരുണ്ട്. പക്ഷെ വളരെ അപൂർവമായി മാത്രമേ ദുരന്ത ബാധിതർക്ക് ഇതുപോലെ ഒരു പാർപ്പിടം ഒരു ജനത സംഭാവന ചെയ്ത അനുഭവമുള്ളൂ എന്നാണ് മമ്മൂട്ടിയുടെ നിലപാട്. അപ്പോൾ പത്രക്കാർ സർക്കാരിനെ കുറിച്ച് ചോദിക്കുന്നു. സർക്കാരിനെ കുറിച്ച് തനിക്ക് അറിയില്ല, ജനങ്ങൾ കൊടുത്തതാണെന്നാണ് മമ്മൂട്ടി അവിടെ വ്യക്തമാക്കിയത്. ഏതായാലും സർക്കാരിനെ കുറിച്ച് നല്ല 4 വാക്ക് പറയാതിരിക്കാനുള്ള കരുതലോടെ കേരളത്തിന്റെ സോഷ്യൽ ക്യാപിറ്റലിനെ മമ്മൂട്ടി പ്രകീർത്തിച്ചത് എന്തായാലും നന്നായി. മമ്മൂട്ടി അംഗീകരിച്ചാലും ഇല്ലെങ്കിലും
വയനാട് ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാക്കാൻ കൈയയച്ച് സംഭാവന ചെയ്ത ജനങ്ങളുടെ സന്മനസ്സിനോളം പ്രധാനമാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ദീർഘവീക്ഷണവും ആസൂത്രണ മികവും നിർവഹണ പാടവവും. കേരളത്തിന്റെ സോഷ്യൽ ക്യാപിറ്റലിനെ കുറിച്ചാണല്ലോ മമ്മൂട്ടി വാചാലനായത്. നാളിതുവരെയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി പിണറായി വിജയൻ ആർജിച്ച സോഷ്യൽ ക്യാപിറ്റലാണ് ആ ടൗൺഷിപ്പ് ലോക നിലവാരത്തിലാകാൻ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും കാരണം. ദുരന്ത നിവാരണത്തിനും പുനരധിവാസത്തിനുമായി ഐക്യരാഷ്ട്രസഭ ആവിഷ്കരിച്ച സെൻഡായ് ഫ്രെയിംവർക്ക് എന്ന അന്താരാഷ്ട്ര മാർഗരേഖയെ കുറിച്ച് മമ്മൂട്ടി കേട്ടിട്ടുണ്ടോ ആവോ? ബിൽഡ് ബാക്ക് ബെറ്റർ എന്ന കാഴ്ചപ്പാടാണ് ആ മാർഗരേഖ മുന്നോട്ട് വയ്ക്കുന്നത്. ദുരന്തത്തിന് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ സുരക്ഷിതവും കരുത്തുറ്റതുമായ രീതിയിൽ അടിസ്ഥാന സൗകര്യങ്ങളും വീടുകളും പുനർനിർമ്മിക്കണം. ഭാവിയിൽ സമാനമായ ദുരന്തങ്ങൾ ഉണ്ടായാൽ പോലും നാശനഷ്ടം കുറഞ്ഞിരിക്കണം, അതാണ് ലക്ഷ്യം. ആ സമീപനത്തിന്റെ മാർഗരേഖയുടെ ലോക മാതൃകയാണ് വയനാട് ടൗൺഷിപ്പ്. ഐക്യരാഷ്ട്രസഭയുടെ സെൻഡായ് ഫ്രെയിംവർക്ക് അക്ഷരം പ്രതിപാലിച്ചുകൊണ്ട് ഇതുപോലെ ദുരന്തബാധിതരെ പുനരധിവസിപ്പിച്ച മറ്റൊരു മാതൃക ലോകത്തില്ല. ജനങ്ങൾ കൈയയച്ച് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തപ്പോൾ ലോകം അംഗീകരിച്ചൊരു മാർഗരേഖയ്ക്ക് വിധേയമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നിശ്ചയിച്ചത് സർക്കാരാണ്. ജനവും സർക്കാരും വേറെയല്ല മമ്മൂട്ടി. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുമ്പോൾ സെൻഡായ് ഫ്രെയിംവർക്ക് 4 പ്രധാന മേഖലകളാണ് നിശ്ചയിച്ചത്. 1. ദുരന്ത സാധ്യതകൾ മനസ്സിലാക്കുക. ഒരു പ്രദേശം എങ്ങനെയുള്ള ദുരന്തങ്ങൾക്കാണ് സാധ്യതയുള്ളതെന്ന് മുൻകൂട്ടി പഠിച്ചു വേണം പുനരധിവാസം ആസൂത്രണം ചെയ്യാൻ. 2. ഗവേണൻസ് ശക്തിപ്പെടുത്തൽ. ദുരന്ത നിവാരണത്തിനായി വ്യക്തമായ നിയമങ്ങളും സർക്കാർ സംവിധാനങ്ങളും പ്രാദേശിക തലത്തിൽ ഉണ്ടായിരിക്കണം. 3. അതിജീവന ശേഷി ലക്ഷ്യമിട്ട് ദുരന്ത സാധ്യത ലഘൂകരിക്കാൻ നിക്ഷേപം വർദ്ധിപ്പിക്കുക. 4. വീണ്ടെടുക്കൽ, പുനരധിവാസം, പുനർനിർമ്മാണം എന്നിവയിൽ മികച്ച രീതിയിലുള്ള തിരിച്ചുവരവ്, ബിൽഡ് ബാക്ക് ബെറ്റർ ഉറപ്പാക്കുക. ഈ മാർഗനിർദ്ദേശങ്ങൾ വള്ളിപുള്ളി തെറ്റാതെ പാലിച്ചുകൊണ്ടാണ് പിണറായി സർക്കാർ വയനാട് ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാക്കിയത്. ജനങ്ങൾ കൈയയച്ച് നൽകിയ സംഭാവന കൊണ്ട് അന്താരാഷ്ട്ര മാതൃകയിൽ വയനാട് പുനരധിവാസം സാധ്യമാക്കിയത് സർക്കാരാണ്. സർക്കാരും ജനങ്ങളും വേറെയല്ല മമ്മൂട്ടി. ആ സർക്കാരിനെ കുറിച്ച് പരസ്യമായി നല്ല 4 വാക്ക് പറയാൻ രഞ്ജി പണിക്കർ എഴുതി തരുന്ന കഥാപാത്രങ്ങളുടെ നട്ടല് പോരെ മമ്മൂട്ടി. അതിന് സ്വന്തമായി ഒരെണ്ണം വേണം. ജനങ്ങൾ പണം കൊടുത്തതുകൊണ്ട് മാത്രം എല്ലാം ആയില്ല. അതറിയാൻ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ആനത്താരയിലൊന്ന് പോയാൽ മതിയായിരുന്നു താങ്കൾക്ക്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സുനാമി ദുരന്തബാധിതരെ പുനരധിവസിപ്പിച്ചല്ലോ. അതൊക്കെ ഒന്ന് പോയി കാണാൻ മമ്മൂട്ടിക്ക് തോന്നിയില്ലല്ലോ. വേണ്ടപ്പെട്ടവരെ അറിയിച്ച് വയനാട് ടൗൺഷിപ്പ് ഒന്ന് കണ്ടേക്കാമെന്ന് തോന്നിയില്ലേ? അതിന് കാരണം എന്താണ്? ഐക്യരാഷ്ട്രസഭ ആവിഷ്കരിച്ച സെൻഡായ് ഫ്രെയിംവർക്കിലെ മാർഗനിർദ്ദേശങ്ങൾ വള്ളിപുള്ളി തെറ്റാതെയാണ് വയനാട് ടൗൺഷിപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. അത് കേവലം ഒരു പുനരധിവാസം മാത്രമല്ല, നിർമ്മാണ വിസ്മയം കൂടിയാണ്. അതിന്റെ ക്രെഡിറ്റ് പിണറായി വിജയനാണ്, പിണറായി സർക്കാരിനാണ്. അത് കണ്ടില്ലെന്ന് നടിക്കലാണല്ലോ മമ്മൂട്ടിയുടെ മെയിൻ. സർക്കാരിനെ കുറിച്ച് നല്ലത് പറയാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ട്രിപ്പീസ് കളിക്കാനും മമ്മൂട്ടിക്ക് എല്ലാ അവകാശവുമുണ്ട്. അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം. പക്ഷേ CPMന്റെ വയനാട് ജില്ലാ സെക്രട്ടറിയുടെ നെഞ്ചത്ത് കയറി ആ കളി വേണ്ട. സഖാവ് റഫീഖ് താങ്കളുടെ അടുത്ത് വലിഞ്ഞു കയറി വന്നതല്ല. മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ ഭാരവാഹി എന്ന നിലയിലല്ല അയാൾ സോഷ്യൽ ക്യാപിറ്റൽ ആർജിച്ചത്. റഫീഖിന്റെ സോഷ്യൽ ക്യാപിറ്റൽ ഈ വീഡിയോ കണ്ടാൽ മമ്മൂട്ടിക്ക് മനസ്സിലാകേണ്ടതാണ്. ആദ്യം മുതലേ ഉണ്ടല്ലോ. അയ്യോ, ഇവിടെ ഉണ്ടായിരുന്ന ഞാൻ അങ്ങോട്ട് പോയപ്പോ ഇവര് പറഞ്ഞേ അന്ന് ആ ദുരന്ത സ്ഥലത്ത് റഫീഖ് അടക്കം എല്ലാവരും ആദ്യം മുതലേ ഉണ്ടായിരുന്നതിൽ അത്ഭുതം കൂറുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാനും ഒക്കെ. ഡിവൈഎഫ്ഐക്കാർ അവിടെ ആദ്യം മുതലേ ഉണ്ടായിരുന്നോ എന്ന് കോൺഗ്രസ് നേതാക്കൾ അത്ഭുതം കൂറുന്നത് കണ്ട് ഇഞ്ചി കടിച്ചതുപോലെ തൊട്ടടുത്ത് നിൽപ്പുണ്ട് അന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ്. അതേക്കുറിച്ചൊന്നും ഈ വീഡിയോയിൽ അധികം പറയുന്നില്ല. അങ്ങനെ ആർജിച്ചതാണ് അയാളുടെ സോഷ്യൽ ക്യാപിറ്റൽ. ആ സോഷ്യൽ ക്യാപിറ്റലാണ് അയാളെ CPIMന്റെ വയനാട് ജില്ലാ സെക്രട്ടറി ആക്കിയത്. തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് മമ്മൂട്ടിയുടെ ഈ പെർഫോമൻസിനെ വിമർശിക്കരുത് എന്നൊക്കെ അഭിപ്രായപ്പെടുന്നവരുടെ സതുദ്ദേശത്തെ തീർച്ചയായും മാനിക്കുന്നു. പക്ഷെ പറയാനുള്ളത് എപ്പോഴായാലും ഏത് മമ്മൂട്ടിയോടായാലും നാം പറഞ്ഞു തന്നെ പോകണം. നമ്മുടെ കാലം ആ പ്രതികരണ ശേഷി ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, മമ്മൂട്ടിയും പറയുന്നത് സോഷ്യൽ ക്യാപിറ്റലിനെ കുറിച്ചാണ്. നമുക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയ്ക്കും വേണം അത്യാവശ്യം മൂലധനം. പ്രതിമാസം 100 രൂപ സഹായം പലപ്പോഴായി നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. nbkerala.com എന്ന വെബ്സൈറ്റിൽ 100 രൂപ ഓട്ടോ പേ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗൂഗിൾ പേ വഴി നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിയും. സഹായിക്കാൻ സന്മനസ്സുള്ള സുഹൃത്തുക്കൾ സഹായിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടി nbkerala.com എന്ന സൈറ്റ് പരിചയപ്പെടുത്തുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നല്ല നമസ്കാരം.